പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയുമായി യുഎസിന്റെ പുതിയ നികുതി നിർദ്ദേശം. യുഎസ് പൗരന്മാരല്ലാത്തവർ ഇനി യുഎസിന് പുറത്തേക്ക് പണമയച്ചാൽ 5% നികുതി ഈടാക്കാനുള്ള നിർദ്ദേശം യുഎസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ടുവച്ചു. തീരുമാനം നടപ്പായാൽ ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യക്കാരെയായിരിക്കും. 25 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക്. ഇവർ ഓരോ വർഷവും $2,300 കോടി ഇന്ത്യയിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്ക്. ഇതിൽ 5% നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും. ഈ മാസം തന്നെ ബിൽ പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. യുഎസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന H-1B വിസ, ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും. നികുതി വിധേയമായ പണമയക്കലിന് കുറഞ്ഞ പരിധിയൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചെറിയ തുക അയച്ചാൽ പോലും 5% നികുതി നൽകേണ്ടി വരും. ഈ ബിൽ പാസ്സായാൽ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് $160 കോടി അധിക ബാധ്യത ഉണ്ടാകും. പണമയക്കൽ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ നികുതി പിടിച്ച് യുഎസ് ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് ബില്ലിൽ വ്യവസ്ഥയുള്ളത്. അമേരിക്കൻ പൗരത്വമുള്ളവർക്ക് മാത്രമാണ് പണമയക്കുമ്പോൾ ഇനി നികുതി ഒഴിവ് ലഭിക്കുക. അമേരിക്കയിലെ നിക്ഷേപങ്ങൾ, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ എന്നിവയിൽ നിന്ന് പ്രവാസികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനും പുതിയ നികുതി ബാധകമാകും. അമേരിക്കൻ സാമ്പത്തിക വളർച്ചയ്ക്ക് വിപുലമായ സംഭാവനകൾ നൽകുന്ന പ്രവാസികളോട് നടത്തുന്ന വിവേചനമാണ് റെമിറ്റൻസ് നികുതിയെന്ന് ധനകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയിലെ പ്രവാസികളിൽ നല്ല ശതമാനം ഇന്ത്യൻ വംശജരാണ്. വിവിധ വിസ പ്രോഗ്രാമുകളിലായി 25 ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലിയെടുക്കുന്നത്. അമേരിക്കൻ സർക്കാർ വരുമാന സമാഹരണത്തിന് പുതിയ മാർഗങ്ങൾ തേടുന്നതിനാൽ ജൂണിൽ ബിൽ നിയമമാകുമെന്നാണ് വിലയിരുത്തുന്നത്. അമേരിക്കൻ ജോലികളുടെ ആകർഷണം കുറയാൻ പുതിയ നടപടി കാരണമാകും. രൂപയുടെ മൂല്യയിടിവ് മൂലം കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ വൻ വർധന ദൃശ്യമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ശമ്പള വർധനവിന് പ്രവാസികൾ സമ്മർദ്ദം കൂട്ടുമെന്നും വിലയിരുത്തലുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏകദേശം 45 ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. 2023-24 സാമ്പത്തിക വർഷം മാത്രം അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയച്ചത് ഏകദേശം $3,200 കോടി ആണ്. അതായത് 2.7 ലക്ഷം കോടി രൂപയോളം. ലോകബാങ്കിന്റെ 2024 കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ആകെ $12,910 കോടി ആണ്. ഏകദേശം 10.84 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത് റെക്കോർഡാണ്. 2023 $12,500 കോടി ആയിരുന്നു. 10.41 ലക്ഷം കോടി രൂപ. പ്രവാസി പണം നേടുന്നതിൽ മറ്റു രാജ്യങ്ങളെയെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത്. രണ്ടാമതുള്ള മെക്സിക്കോ 2024 നേടിയത് $6,820 കോടി ആയിരുന്നു. മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് $4,800 കോടി. പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് അമേരിക്കയുടെ പുതിയ നികുതി നിർദ്ദേശം.